20ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങൾ സഭ പ്രതിസന്ധിയിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ കാരണം ചരിത്ര പശ്ചാത്തലം ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് പെട്ടെന്ന് ഒന്ന് അവലോകനം ചെയ്തിട്ട് മുൻപോട്ട് പോകാം. ആ കാലങ്ങളിൽ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്, തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് യാക്കോബായക്കാരോടുള്ള ശത്രുത തുടർന്നുകൊണ്ടേയിരുന്നു. യാക്കോബായക്കാരോട് എന്തുകൊണ്ടായിരുന്നു ശത്രുത എന്നുള്ളത് വളരെ ഗാഢമായ ഒരു വിഷയമാണ്. ഞാൻ അതിലേക്ക് വളരെ പുറമേ തൊട്ടു പോകാൻ മാത്രം ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ 1815 CMS മിഷനറിമാരെ കോട്ടയത്ത് കൊണ്ടുവന്നത്. ഒരു 10 വർഷത്തിന് ശേഷം, 10 വർഷമേ എടുത്തുള്ളൂ, അത് അത്രയ്ക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ 1825 യാക്കോബായക്കാർ അവരുടെ വിശ്വാസ സത്യങ്ങളെയും അവർ അത്രയും നാളും 1800 വർഷത്തോളം അവർ അവലംബിച്ചിരുന്ന വിശ്വാസ സത്യങ്ങളെയും ആചാരങ്ങളെയും വെടിഞ്ഞ് പ്രൊട്ടസ്റ്റന്റ് സഭയിലെ നവീന സിദ്ധാന്തങ്ങളിലേക്ക് വരണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അത് യാക്കോബായക്കാർ പടെ തള്ളിക്കളഞ്ഞു. 1836 ബിഷപ്പ് വിൽസൺ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റുകാരുടെ കൽക്കട്ട ബിഷപ്പ് വന്നാണ് ഇതിനു വേണ്ടി യാക്കോബായക്കാരെ നിർബന്ധിച്ചത്. ഇത് സാധിക്കയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് മാവേലിക്കര പടിയോല എഴുതി അവർ സമർപ്പിച്ചു. ഇതോടുകൂടി CMS മിഷനറിമാർക്കും ബ്രിട്ടീഷ് അധികാരികൾക്കും പൊതുവെ യാക്കോബായക്കാർക്ക് നീരസം തുടങ്ങി. അങ്ങനെയാണ് മർത്തോമ സഭ ഉണ്ടാകുവാൻ ഉള്ള വിത്തുകൾ പാകുന്നത്. അതായത് അവരുടെ വിശ്വാസങ്ങളോട് അനുഭാവമുള്ള ചിലരെ അവർ അടർത്തിയെടുത്ത് അവരിൽ കൂടി സ്വാധീനം ചെലുത്തുവാനും അവരിൽ കൂടി യാക്കോബായ ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും സഭയിൽ ഒരു ഛിദ്രം ഉണ്ടാക്കുവാനും അവർക്ക് സാധിച്ചു. അതാണ് 1889 അല്ലെങ്കിൽ 90 വരെ തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് റോയൽ കോർട്ട് വിധി ഉണ്ടാകുന്നതും യാക്കോബായക്കാർക്ക് അനുകൂലമായി വിധി ഉണ്ടാകുന്നതും. അപ്പോൾ അത്ര കാലം അത്രയും 1825 തൊട്ട് 1900 വരെ യാക്കോബായക്കാരെ ഏകദേശം രണ്ടാം തരക്കാരായ ക്രിസ്ത്യാനികൾ എന്ന വിധത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ വാക്കുകളും ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ വാക്കുകളല്ല. കാരണം അന്നത്തെ ചരിത്രകാരന്മാർ, ബ്രിട്ടീഷുകാരായ ചരിത്രകാരന്മാർ പുറമേ യാക്കോബായക്കാരോട് അനുഭാവം പ്രകടിപ്പിക്കും, സാഹോദര്യത്തോടെ പെരുമാറും. പക്ഷെ അവർ എഴുതിയ എഴുത്തുകളും അവർ തങ്ങളുടെ മേധാവികൾക്ക് ഇംഗ്ലണ്ടിലേക്ക് സമർപ്പിച്ച റിപ്പോർട്ടുകളും വളരെ മോശകരമായ വിധത്തിലാണ് യാക്കോബായക്കാരെ ചിത്രീകരിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ സ്രോതസ്സുകൾ എൻ്റെ PhD തീസിസിനോട് കൂടിയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ മലങ്കര ജേക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന പുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ഫുട് നോട്ട്സ് അല്ല എൻഡ് നോട്ട്സിനകത്ത് ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെയും സ്രോതസ്സുകൾ പേജ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും ധൈര്യമായി പറയാം, ഇങ്ങനെ തന്നെ ആയിരുന്നു അവരുടെ മനോഭാവം. ആ സ്ഥിതിക്ക് ഒരു കൂട്ടം ജനത്തെ യാക്കോബായ സഭയിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ തന്നെ അവർക്ക് സാധിച്ചു. അവരെ പിന്താങ്ങിയാണ് ബ്രിട്ടീഷുകാർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാ വേറെ ഒരു അവസരം കൂടി അവർക്ക് വന്നിരിക്കുന്നു. ഇതാണ് 1900s നടന്ന സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഈ സ്ലൈഡിൽ നോക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ എന്ന ഇതര യൂറോപ്യന്മാരെ പോലെ അന്ത്യോക്യ പാത്രിയർക്കീസുമാരുടെ സ്വാധീനമാണ് മലങ്കരയിൽ അവരുടെ മതപരമായ പദ്ധതികൾക്ക് തടസ്സം എന്നായിരുന്നു യൂറോപ്യന്മാരുടെ നിഗമനം. കാരണം എപ്പോഴെല്ലാം സഭ ആയിരുന്നുവോ അപ്പോഴെല്ലാം യാക്കോബായക്കാർ അന്ത്യോക്യയിലേക്ക് എഴുത്തയക്കുകയോ ദൂതന്മാരെ അയക്കുകയോ സ്ഥാനാർത്ഥികളെ അങ്ങോട്ട് പട്ടം ലഭിക്കുവാൻ വേണ്ടി അയക്കുകയോ ചെയ്തുകൊണ്ടാണ് അവർ വീണ്ടും അവരുടെ നിലയിൽ സ്വയം ഉറപ്പിച്ചു നിന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ്, അന്ത്യോക്യയുമായുള്ള മലങ്കരയുടെ ബന്ധം അവസാനിപ്പിച്ചാൽ തങ്ങളുടെ പദ്ധതികൾ വിജയിക്കും എന്ന പ്രത്യാശ
ഈ 3 സാമ്രാജ്യ ശക്തികൾക്കും ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കും, ഡച്ചുകാർക്കും, ബ്രിട്ടീഷുകാർക്കും. ഈ 3 കൂട്ടരും 1498 വാസ്കോ ഡ ഗാമ വന്നപ്പോൾ മുതൽ ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും സുറിയാനി മെത്രാന്മാരെ മലങ്കരയിൽ കാലുകുത്താൻ അനുവദിക്കരുത്. കാലുകുത്തിയാൽ ഒന്നുകിൽ പിടിച്ച് തിരികെ അവരുടെ നാട്ടിലേക്ക് അയക്കുക, ഒത്താൽ അവരെ ഇൻക്വിസിഷൻ, മതപീഡന സ്ഥലം എന്ന് പറയുന്നത് ഗോവയിൽ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരെ ശിക്ഷിക്കുക. മാർ റഹത്തുള്ള ബാബായെ അങ്ങനെ കൊണ്ടുപോകാനായിരുന്നു അവർ 1653 കുനുംകുരിശു സത്യത്തിന് തൊട്ട് മുൻപായി ഇതായിരുന്നു അവരുടെ പദ്ധതി. നമുക്കറിയാവുന്ന പോലെ ശത്രുത ഈ 500 വർഷവും തുടർന്നുകൊണ്ടേയിരുന്നിരുന്നു. ഏറ്റവും അവർക്ക് പ്രധാനപ്പെട്ട ഒരേ ഒരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്, അന്ത്യോക്യ പാത്രിയർക്കീസുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക. അവർ എപ്പോൾ നോക്കിയാലും യാക്കോബായക്കാർ ധൈര്യം അവലംബിച്ചിരുന്ന ഒരു ധൈര്യത്തിന്റെ ഒരു നദി ഒഴുകുന്നത് അന്ത്യോക്യ എന്ന് പറയുന്ന ആ സങ്കല്പ സ്ഥലത്ത് നിന്നായിരുന്നു. അതുകൊണ്ട് അന്ത്യോക്യയെ ഒഴിവാക്കിയാൽ തങ്ങളുടെ പദ്ധതികൾ ഡച്ചുകാർക്ക് യാക്കോബായക്കാരെ ഡച്ച് പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് നീക്കണമെന്നായിരുന്നു. പോർച്ചുഗീസുകാർക്ക് അവരെ കത്തോലിക്കരാക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു. അപ്പൊ 3ാമത്തെ പോയിന്റ്, തങ്ങളുടെ പ്രൊട്ടസ്റ്റന്റ് സഭയുമായി ഐക്യപ്പെടുവാൻ യാക്കോബായക്കാർ എപ്പോഴും വൈമനസ്യം കാണിച്ചു. അതിനാൽ യാക്കോബായക്കാരോട് ഈർഷ്യതയും ശത്രുതയും ഈ 500 വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. അത് 1900s തുടർന്നുകൊണ്ടേയിരുന്നു. വളരെ നിർഭാഗ്യവശാൽ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ആ കാലമായപ്പോഴേക്കും പല പ്രാകൃതമായ ചിന്തകൾക്കും ഒരു വിരാമം ഇട്ടിരുന്നു എല്ലാ യൂറോപ്യന്മാരും തന്നെ. പക്ഷേ യാക്കോബായക്കാരുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, ഒരു സാമ്രാജ്യ ശക്തി ആ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ചെറുതും വലുതുമായ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർ 1910-കളിൽ അതേ നയം തുടർന്നുകൊണ്ടേയിരുന്നു. ആ കാലങ്ങളിലാണ് P.T. ഗീവർഗീസ് അച്ഛൻ മദ്രാസിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുവാൻ MA ചെയ്യുവാൻ പോയത്. അദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സ് തീസിസ് എഴുതി അദ്ദേഹം MA പാസ്സായി. ആ MAയിലെ ഡിസർട്ടേഷന്റെ വിഷയം തന്നെ മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികൾ നെസ്തോറിയരായിരുന്നുവോ? അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അവർ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് സാധാരണക്കാരായ പ്രൊട്ടസ്റ്റന്റുകാരും സമ്മതിച്ചു തരുന്ന ഒരു വിഷയമല്ല. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും ഇത് സമ്മതിച്ചു തരാൻ വിസമ്മതിക്കുന്നവരാണ് അവര്. അപ്പോൾ 1910 മുൻപ് ഈ വിഷയം എങ്ങനെ പാസ്സാക്കിയെടുത്തു? അത് ഒരു വശത്ത് തീർച്ചയായും P.T. ഗീവർഗീസ് അച്ഛൻ്റെ അക്കാഡമിക് കഴിവുകളാണ്. മറ്റൊരു വശത്ത് അദ്ദേഹവുമായി ഒരു ധാരണയിൽ എത്തിയിരിക്കാം. ഇത് വസ്തുതാപരമായി ഞാൻ പറയുന്നതല്ല, വെറും ഒരു ഊഹം തന്നെയാണ്. കാരണം അദ്ദേഹത്തെ അവർ പരിപോഷിപ്പിച്ചത് അന്ത്യോക്യ പാത്രിയർക്കീസുമായുള്ള ബന്ധം വേർപെടുത്തുന്നതാണ് സുറിയാനിക്കാർക്ക് നല്ലത്, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പിന്താങ്ങുണ്ടാകും എന്നുള്ള പരോക്ഷമായ എന്തോ ആശയങ്ങൾ അദ്ദേഹത്തിൽ അവർ തീർച്ചയായും കുത്തി നിറച്ചിരുന്നു എന്ന് ഉള്ള അനുമാനത്തിന് വളരെയേറെ പുറകിൽ കാര്യങ്ങളുണ്ട്. P.T. ഗീവർഗീസ് അച്ഛനെയും അദ്ദേഹത്തിൽ കൂടി വിഘടിതരെയും പിന്താങ്ങി അന്ത്യോക്യയ്ക്ക് എതിരായി ഉയർത്തുവാൻ 1908 തന്നെ പദ്ധതിയിട്ടിരുന്നു. അതിന് മനസ്സായവരെ ബ്രിട്ടീഷുകാർ പരിപോഷിപ്പിച്ചിരുന്നു. 1835 മുതൽ 75 വരെ നവീകരണക്കാർ എന്ന പേരിൽ മർത്തോമാ സഭക്കാരെ പിന്താങ്ങി സ്വതന്ത്ര മർത്തോമാ സഭയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അപജയങ്ങളും അവർക്ക് നേരിട്ട പ്രതിസന്ധികളും അവർ വിചാരിച്ചെടുത്തും കാര്യങ്ങൾ നിൽക്കാതെ പോയതുമെല്ലാം ബ്രിട്ടീഷുകാർക്ക് യാക്കോബായക്കാരോടുള്ള ഈർഷ്യയിൽ ചെന്ന് അവസാനിച്ചു. ഫോർ എക്സാമ്പിൾ, മർത്തോമാ സഭയുടെ അപജയങ്ങൾ അന്ത്യോക്യയുടെ പത്രോസ് പാത്രിയർക്കീസ് ബാവായോട് വിക്ടോറിയ രാജ്ഞിയുടെ ദാക്ഷിണ്യം മൂലമാണ്
റോയൽ പ്രൊക്ലമേഷൻ റദ്ദാക്കുവാൻ ഇടയായതും സ്വതന്ത്ര മർത്തോമാ സഭയുടെ നേതാക്കന്മാരിൽ നിന്നും യാക്കോബായക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന സമ്മർദ്ദങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനും ഇടയായത്. രണ്ടാമത് റോയൽ കോർട്ട് വിധി യാക്കോബായക്കാർക്ക് അനുകൂലം. ഈ രണ്ട് കാര്യങ്ങളും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് നിന്നില്ല. അതുമൂലം അവർക്കുള്ള ഈർഷ്യ തീർച്ചയായും യാക്കോബായക്കാരുടെ മേലിലേക്കായിരുന്നു.